തൃശൂരിലെ ചിൽഡ്രൻസ് ഹോമിൽ 16-കാരനെ തലക്കടിച്ചു കൊന്നു. യുപിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ അങ്കിത്താണ് മരിച്ചത്. സംഭവത്തിൽ 15-കാരനെ വിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ രാമപുരത്തെ ചിൽഡ്രൻസ് ഹോമിൽ ഇന്ന് രാവിലെയാണ് അരുംകൊല അരങ്ങേറിയത്. അങ്കിത്തിനെ ചിൽഡ്രൻ ഹോംസിലെ തന്നെ അന്തേവാസിയായ 15-കാരൻ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്നലെ രാത്രി ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നു. രാത്രിയോടെ പ്രശ്നം പറഞ്ഞു തീർത്തു. കീഴ്ചുണ്ടിന് പരിക്കേറ്റ 15-കാരൻ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുമ്പോൾ അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഇതോടെ ദേഷ്യവും സങ്കടവും തോന്നി. ഓഫീസ് മുറിയിലിരുന്ന ചുറ്റികയെടുത്ത് അങ്കിത്തിന്റെ തലക്കടിക്കുകയായിരുന്നു. അങ്കിത്തിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികളെല്ലാം ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയന്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെയർടേക്കർമാർ 2 പേർ ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. 2023 മുതൽ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലെ അന്തേവാസിയാണ് അങ്കിത്. കൊല നടത്തിയ 15-കാരൻ 1 മാസം മുമ്പാണ് ചിൽഡ്രൻസ് ഹോമിലെത്തിയത്. 24 തൃശൂർ.